വയനാട് ദുരിതത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ചെലവായ തുക സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം വലിയ വിവാദമായിരിക്കുകയാണ്. രണ്ടായിരത്തി 19 പ്രളയം മുതൽ വയനാട് ഉരുൾപൊട്ടൽ വരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയ എയർലിഫ്റ്റ് സേവനങ്ങൾക്കായി 132.62 കോടി രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഇത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നും ദുരിത സമയത്ത് കേന്ദ്ര ഏജൻസികൾ നൽകുന്ന സേവനങ്ങൾക്ക് കേന്ദ്രം തന്നെ ചെലവ് വഹിക്കണമെന്നും അല്ലാതെ സംസ്ഥാനത്തിന്റെ SDRF ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നത് വഞ്ചനയാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമാണെന്നും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ദുരിത സമയത്ത് കേന്ദ്രം ഉടൻ സഹായം നൽകിയപ്പോൾ കേരളത്തോട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി KV തോമസും പറഞ്ഞു. ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയ്ക്ക് കേന്ദ്ര സർക്കാർ വാരിക്കോരി ധനം നൽകുന്ന സമയത്ത് വയനാട് ദുരിതത്തിൽ കുടുങ്ങിയ ജനങ്ങളെ കേന്ദ്രം അവഗണിക്കുകയാണ്. കേന്ദ്ര സർക്കാർ മഹാകുംഭമേളയ്ക്ക് 2100 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റ് അനുവദിച്ച് ആദ്യ ഗഡുവായ 1050 കോടി രൂപ ഇതിനോടകം കൈമാറി കഴിഞ്ഞു. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള UP സർക്കാർ മഹാകുംഭമേള സംഘടിപ്പിക്കുന്നതിന് 5435 കോടി രൂപ നീക്കിവെച്ചതിന് പുറമെയാണ് കേന്ദ്രത്തിന്റെ ധനസഹായം. അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിന് പ്രത്യേക ധനസഹായം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും കേന്ദ്രം തയ്യാറായിട്ടില്ല. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളെ കൈയൊഴിഞ്ഞ് സഹായിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത് എന്ന ആരോപണം ശക്തമായി ഉയർന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഈ നടപടി രൂക്ഷമായി വിമർശിക്കുമ്പോൾ കേന്ദ്രം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് രണ്ട് സർക്കാരുകളും തമ്മിൽ സംവാദം അനിവാര്യമാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ, വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.